ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ആയിട്ടാണ്. അന്നേ ഞങ്ങളോട് പറഞ്ഞതാണ് സ്കൂൾ തുറന്നിട്ടേ ഈ പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ അതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം ബബിൾ സ്റ്റിക്കി നോട്ടാണ്. സാധാരണ നമ്മൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മെമ്മോ പാഡാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ശരിക്കുള്ള സ്റ്റിക്കി നോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ പല പല കളേഴ്സുള്ള പേപ്പർ എടുക്കുക, ഇല്ലാത്തൊരെന്നെ പോലെ A4 എടുത്തിട്ട് കളർ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പ്, ഭയങ്കര ഇറഗുലർ ആയിട്ടുള്ള ഏത് ഷേപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിലൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കളർ ചെയ്യുക. ഈ ആൽക്കഹോൾ മാർക്കേഴ്സ് ഇട്ട് കളർ ചെയ്യുമ്പോൾ എന്ത് ഭയങ്കര രസമാണ്. അതുകൊണ്ട് പച്ച കളറുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും അത് ഞാൻ മാർക്കർ യൂസ് ചെയ്യുക ചെയ്തത്. എന്നിട്ട് നമ്മുടെ കളർ ചെയ്ത ഷേപ്സ് ഒക്കെ ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് സ്റ്റിക്കർ ഷീറ്റും പിന്നെ ഡബിൾ ടാപ്പാണ്. ഡബിൾ ടാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മാതിരി ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ സ്റ്റിക്കി നോട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പുറകിലൊക്കെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ആഹാ, എന്താ ഭംഗി! കളറിൽ നമുക്ക് കോഴിക്കുട്ടികളെ മാതിരി ഉണ്ട് കാണാൻ. ഇനി ഇത് നമുക്ക് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ശരിക്ക് കുറച്ചുകൂടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കി ഇടേണ്ടതാണ്. പക്ഷെ എത്ര തപ്പിയിട്ടും ബോക്സ് കിട്ടില്ല. പിന്നെ ഇനി ഒരു ബോക്സ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു തേവയില്ലാത്ത കഷ്ടപ്പാടല്ലേ. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ വലിയ നോട്ട്ബുക്സിലൊക്കെ നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ മെയിൻ പോയിന്റൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യും. അതിന് പകരമായിട്ട് ഈ ഒരു സ്റ്റിക്കി നോട്ട് നമുക്ക് യൂസ് ചെയ്താൽ നല്ല യൂസ്ഫുൾ ആവും. അതുമല്ല, എന്തെങ്കിലും പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്താൽ അടിപൊളിയാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഒരുപാട് കുത്തി നിറച്ച് എഴുതിയിട്ടുള്ള പേജിൽ നിന്ന് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് കുറച്ച് സ്ഥലം കണ്ടാൽ അത് നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര കൂടുന്നതാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം. അടുത്ത നമ്മുടെ ഐറ്റം ഒരു ഐസ്ക്രീം പെൻ ഹോൾഡറാണ്. ഈ ഒരു റോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മുന്നത്തെ മിഫി പെൻ ഹോൾഡർ. അതിൻ്റെ ഒരു ഷേവ് പറഞ്ഞു വന്നപ്പോൾ മറ്റേ ഷേവ് ഞാനിങ്ങോട്ട് പറിച്ചെടുത്തു. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ ക്രീമിൻ്റെ ഷേപ്പുള്ള ഒരു സംഭവം വേണം. ആ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. എനിക്ക് തോന്നുന്നു ഞാനിതുവരെ ഉണ്ടാക്കിയാൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൻ ഹോൾഡർ ഇതായിരിക്കും. കാരണം ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. എവിടെന്നോ ഒരു വാങ്ങിച്ച ഒരു ലുക്കും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്താലും മതി. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പെയിൻറ്റ് നഷ്ടമല്ലേ, എന്തിനാണ് വെറുതെ. അപ്പോൾ നമുക്ക് A4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇങ്ങനെ പോണ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ വീഡിയോയിൽ പിങ്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കളറും, അതായത് മാക്സിമം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ കളറും ഞാൻ കുത്തിക്കയറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ആക്രിലിക് പെയിൻറ്റിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അതിന് മാത്രം പ്രത്യേകതയാണോ അറിയില്ല. നിങ്ങളുടെ കയ്യിൽ ആക്രിലിക് ഈ പിങ്ക് പേസ്റ്റൽ കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ അടുത്തുള്ള പെയിൻറ്റിന് ഒരു ക്യാൻറ്റീൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ സ്മെല്ലാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി അടുത്ത ഐറ്റം ഞാൻ ശരിക്കും ഒരു DIY ക്യൂട്ട് പെൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു അത് കാണാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്ലേ ചാംസ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പെന്നുണ്ടല്ലോ അതിന് മണ്ടിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യൂട്ടായിട്ടുള്ള പെന്നും കിട്ടും. ഒരു സ്ട്രോബെറി ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ള മാതിരി കൊട്ടത്തേങ്ങക്ക് പിങ്ക് പെയിൻ്റ് അടിച്ച പോലെയാണ് എൻ്റെ പല സ്ട്രോബെറികളും എനിക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നന്നാക്കി ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലവറാണ്, ഒരു ട്യൂലിപ്പ് ഫ്ലവറാണ്. പക്ഷേ അതിൻ്റെ രൂപം കൊള്ളുന്നില്ലെങ്കിലും അതൊരു ഫ്ലവറാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, മുന്നേ നമ്മൾ ചെയ്ത് വെച്ച കുറച്ച് ക്ലേ ചാംസ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതങ്ങോട്ട് യൂസ് ചെയ്താൽ പോരെ. അങ്ങനെ പിന്നെയുള്ള ബാക്കിയുള്ള പെൻസിലൊക്കെ ഞാൻ ആ ഒരു ക്ലേ ചാംസ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ തിക്നെസ് ഭയങ്കരമായിട്ട് കുറക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടായിട്ട് നിൽക്കും. തിക്നെസ് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നമ്മുടെ പെന്ന് ഐസ്ക്രീം ഹോൾഡറിലും കൂടി ഇട്ടാൽ പെർഫെക്റ്റ്. അടുത്തായിട്ടാണ് സ്ക്രഞ്ചീസ് ഹോൾഡർ. ഇതിനും ഈ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ ചോദിച്ചാൽ, സ്കൂൾക്ക് പോകുമ്പോൾ നമ്മളൊക്കെ സ്ക്രഞ്ചീസ് യൂസ് ചെയ്യുമല്ലോ. സ്ക്രഞ്ചീസ് മാത്രമല്ല, ക്രാബോ ബണ്ണോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അറിയാതെ എങ്ങനെയൊക്കെയോ നഷ്ടമാവാറുള്ളതോ. അപ്പോൾ ഞാൻ കരുതിയിരുന്നാൽ പിന്നെ അതിനൊക്കെ നടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സ്ക്രഞ്ചീസ് ഹോൾഡർ ഉണ്ടാക്കാമെന്ന്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ ടേപ്പിൻ്റെ കൊഴിഞ്ഞ റോളാണ്. അതിൽ നമുക്കൊരു പേപ്പറായിട്ട് കവർ ചെയ്തെടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, കവർ ചെയ്യുന്ന സ്റ്റെപ്പ്, അതിന് മുന്നേ ഇതിൻ്റെ ബേസിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് അടച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കവർ ചെയ്യാൻ സിമ്പിളായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സർക്കിളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു റിങ്ങിൻ്റെ, പേപ്പർ റിങ്ങിൻ്റെ ഇന്നർ സൈഡിലുള്ള സർക്കിളും ഔട്ടർ സൈഡിലുള്ള സർക്കിളും. മനസ്സിലായില്ലേ?
അതായത് ഒന്ന് പോയി വരച്ചുകൊണ്ടിരിക്കുന്നതും ഒന്ന് മുന്നേ വരച്ച് കാണിച്ചു തന്നതും. ഇനി നമ്മൾ അത്യാവശ്യം കട്ടിങ്ങനും ശക്തിയും പവറുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഗ്ലൂ എടുക്കുക. ഞാൻ എൻ്റെ ഗ്ലൂ എടുത്തപ്പോൾ ആ ഗ്ലൂന്ന് ഓൾറെഡി കുറച്ച് ഗ്ലൂ പുറത്തായിട്ടുണ്ടായിരുന്നു. ആ ഗ്ലൂ ആണെങ്കിലോ ഉണങ്ങി പിടിച്ച് ഏകദേശം ഒരു സ്ലൈം മാതിരിയായിരുന്നു. പക്ഷേ അതിനെ ഞാൻ പരത്തി ചപ്പാത്തി മാതിരിയാക്കിയിട്ടാണ് ഈ കാർഡ്ബോർഡ് തമ്മിൽ ഒട്ടിച്ചെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഓരോ റോളാണ്. ഇനി നമുക്ക് ഇതിന് സാധാ ടിഷ്യൂ പേപ്പറിൻ്റെ റോള് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ PVC പൈപ്പ് എടുത്താലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള റോള് ചെറുതായതുകൊണ്ട് അതിനെ രണ്ടിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം തീയിൽ കാണിച്ച് ഉരുക്കിയിട്ട് മറ്റേതിൻ്റെ കൂടെ വെച്ചൊട്ടിച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടിയിലാണ് അത് വലുതാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസുള്ള PVC പൈപ്പ് എടുക്കാം. ഉരുക്കി ഒട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ഗ്ലൂ തേക്കണേന്നാവും. ഫസ്റ്റ് ഞാൻ ഗ്ലൂ ആണ് തേച്ചത്, പക്ഷെ അത് അത്രക്ക് അങ്ങോട്ട് ഒത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഉരുക്കി ഒട്ടിച്ചാണ്. ഇനി നമുക്ക് അതിനെയും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഈ രണ്ടെണ്ണത്തിനെയും ഒന്ന് പെയിൻറ് ചെയ്യണം. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്ന്, ഈ നടുക്കലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ പൈപ്പ് നമുക്ക് അതിൽ ഇറക്കി വെക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അതിനെ പെയിൻറ് അടിച്ചെടുക്കാം. ആദ്യം എൻ്റെ മൈൻഡിലേക്ക് വന്ന പെയിൻറ്റ് പർപ്പിളും പിങ്കുമാണ്. ആ മൈൻഡിന് ഞാൻ ഓടി പായിച്ചിട്ടാണ് അടുത്ത കളർ എടുത്തത്. പിന്നെ നമുക്ക് ഈ ലൈറ്റ് ബ്ലൂ കിട്ടണമെങ്കിൽ ഒരുപാട് വൈറ്റ് എടുക്കണമല്ലോ. അതിനുള്ളൊരു മടിയോട് ഞാൻ ഈ കുറച്ച് ഗ്ലൂവും കുറച്ച് പഞ്ചസാരയും കുറച്ച് പൗഡറും ഒക്കെ കലക്കിയിട്ടാണ് ഈ ഒരു പെയിൻറ് ഉണ്ടാക്കിയത്. പക്ഷേ പെയിൻറ് ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ മറന്നുകൊണ്ട് എവിടേക്കോ ബ്ലൂവിൻ്റെ സ്ട്രോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടേ എഴുതിയിട്ട് അതിക്കൊരു റെഡും ചേർത്തിട്ട് വേറൊരു പർപ്പിൾ പോലത്തെ കളർ ഉണ്ടാക്കി. അതിൻ്റെ അവസ്ഥ ഇത്. ഫസ്റ്റൊക്കെ പെയിൻറ് ചെയ്തപ്പോൾ റെഡിൻ്റെ സ്ട്രോക്കാണ് വന്നിരുന്നത്. പക്ഷേ അവസാനത്തേക്കായപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ബ്ലൂവും പർപ്പിളും ഗ്രേയോ അങ്ങനെ എന്തൊക്കെയോ കളറൊക്കെ വന്നു. ഇങ്ങനെ കാണാൻ ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാമെന്ന് കരുതി. ഡിസൈൻ എന്ന് വെച്ചാൽ ഗ്രിഡ് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ സൈക്കോളജിക്കൽ മൂവ്. ഒരു റോള് വാഷി ടൈപ്പാണ് അതിനും വേണ്ടി ഞാൻ തീർത്തത്. എന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ ഗ്രിഡ് ലൈൻസ്. അത് പോട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ക്രഞ്ചീസോ ക്രേവോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കാം. കാണാനും നല്ല ക്യൂട്ടാണ്. ഇനി ഇത് എവിടെയും ചാടി പോവുകയില്ല. ഇനി നമ്മുടെ അടുത്ത ഐറ്റം ഒരു സ്റ്റിക്കി നോട്ടാണ്. നേരത്തെ സ്റ്റിക്കി നോട്ട് റോളായിരുന്നു. ഇത് ശരിക്കുള്ള സ്റ്റിക്കി നോട്ട്. ശരിക്കുള്ള സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സ്റ്റിക്കി നോട്ട്. അതായത് നമ്മളിങ്ങനെ പറിച്ചിട്ട് എവിടെയെങ്കിലും കൊട്ടിച്ച് വെക്കുമല്ലോ, അങ്ങനത്തെ സ്റ്റിക്കി നോട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റിക്കി നോട്ടിൻ്റെ പേരാണ് ഇമോഷൻ സ്റ്റിക്കി നോട്ട്. എങ്ങനെയുണ്ട്? അതായത് ഒരു പേപ്പർ എടുക്കുക, ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കളർ ചെയ്യുക. കളർ ചെയ്ത ശേഷം അതിൽ ഓരോ ഇമോഷൻസ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഞാൻ ആദ്യം ഈ ഒരു റോസ് റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എന്തോ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തതുകൊണ്ട് വേറെ കുറച്ച് കളറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഷേപ്പൊക്കെ നമ്മൾ പപ്പടം പരത്തിയിരുന്ന മാതിരി ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ താരം, ഡബിൾ സൈഡ് സ്റ്റിക്കർ. ആ ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ ഗ്ലൂ, അതായത് അതിൻ്റെ ഒരു പവർ കുറച്ച് നമ്മളൊന്ന് കുറക്കണം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇതുപോലെ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക. പക്ഷേ ഇതല്ല ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ്. ആ ശരിക്കുള്ള മെത്തേഡ് ഞാൻ മറന്നതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഈ ഒരു ടൈം എത്തിയപ്പോൾ എനിക്ക് ആ ശരിക്കുള്ള മെത്തേഡ് എന്താണെന്ന് ഓർമ്മ വന്ന്. അതായത് ഇങ്ങനെ പൗഡർ എടുത്തിട്ട് നമ്മൾ ഗ്ലൂ ഒട്ടിച്ച ശേഷം അതിൻ്റെ സ്റ്റിക്കർ പീൽ ചെയ്തിട്ട് കുറച്ച് പൗഡർ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പവർ കുറച്ചൊന്ന് കുറയും. മനസ്സിലായോ? മനസ്സിലാവണമെങ്കിൽ ഇതുണ്ടാക്കി നോക്കണം. ഇനി എന്നെപ്പോലെ പെയിൻറ്റ് ചെയ്തിട്ടോ കളർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലാണ് ടാപ്പ് ഒട്ടിക്കേണ്ടത്, ഫ്രണ്ടിലല്ല. മനസ്സിലായോ? മനസ്സിലാവേണ്ടതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റിക്കി നോട്ടൊക്കെ റെഡി ആയി. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ സ്റ്റിക്കി നോട്ടിൽ ഇമോഷൻ ഇല്ല ഗൈസ്. ഞാനത് വരയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലെ ഓരോ പേജിൽ ഞാൻ വരച്ചു. ഇനിയിപ്പോൾ എന്താ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പേജിലും ഓരോ ഇമോഷൻ നമുക്ക് വരച്ചെടുക്കാം. അതൊരു നല്ല ഐഡിയ ആണ്. അങ്ങനെ നമ്മുടെ സ്റ്റിക്കി നോട്ടിന് അല്ലറ ചില്ലറ ഒരു പാഡും പിന്നെ അതിന്മേൽ ചെറിയൊരു നോട്ടൊക്കെ വെച്ച് സംഭവം സെറ്റാക്കി. ഇത് നമുക്ക് നമ്മുടെ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ആവശ്യമില്ലെങ്കിൽ പറിച്ചെടുക്കാം. നോ പ്രോബ്ലം. ആരും ചോദിക്കാൻ വരില്ല. ഇനി അടുത്തത് ഒരു ഹാക്കാണ്. ഹാക്കെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാം, തെറി ഒഴിച്ച്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ ഗ്ലൂ ഉണ്ടാവും. എന്ത് ഗ്ലൂ? ഇങ്ങനത്തെ ഗ്ലൂ. ഇതിൻ്റെ പേരെന്തായിരുന്നു? സ്റ്റിക്ക് ഗ്ലൂ. എന്തായിരുന്നു? മറന്നിട്ടോ. ആ ഗ്ലൂ ഉണ്ടാവും. ഈ ഗ്ലൂവിനെ കാണാൻ
ബാക്കിയുള്ള എല്ലാ സംഭവം നമ്മുടെ കയ്യിലുള്ള ക്യൂട്ടാണെങ്കിലും ഈ സാധനം മാത്രം ക്യൂട്ടല്ലായിരിക്കും. അപ്പോൾ അതിനൊന്ന് ക്യൂട്ടാക്കി എടുക്കലാണ് ഇന്നത്തെ പരിപാടി. സംഭവം വെരി സിമ്പിൾ. ഒരു പേപ്പർ എടുക്കുക, നമുക്ക് ആവശ്യത്തിന് ഡെക്കറേറ്റ് ചെയ്യുക. സ്റ്റിക്കറോ ഗ്ലിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാനോ ഡൂഡിലോ എന്ത് വേണമെങ്കിലും ചെയ്യുക. നടുക്കുള്ള പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഫുള്ള് കണ്ടിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കറിയാൻ വേണ്ടിയിട്ട് ഒരു ട്യൂലിപ്പ് ഫ്ലവറും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് അതും കമൻറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ, ടാറ്റ, സീ യു.